പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട 3 തിയറംസ് ഡിസ്കസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ഏതായിരുന്നു ആ തിയറം? ദാറ്റ് ഈസ് ഫസ്റ്റ് തിയറം. ഒരു വെക്റ്റർ ഫീൽഡ് എങ്ങനെ കൺസർവേറ്റീവ് ആണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് തന്നിട്ടുള്ളൊരു വെക്റ്റർ ഫീൽഡ് എഫ് ഈക്വൽ ടു എഫ് ഐ പ്ലസ് ജി ജെ ആണെങ്കിൽ, 2 ഡയമെൻഷനിൽ കിടക്കുന്ന ഒരു വെക്റ്റർ ഫീൽഡ് ആണെങ്കിൽ, ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ ആയിട്ടുള്ള ഒരു വെക്റ്റർ ഫീൽഡ് ആണെങ്കിൽ, ഐയുടെ കൂടെയുള്ള ഫംഗ്ഷൻ ആണ് എഫ്. നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് ഐയുടെ കൂടെയുള്ള ഫംഗ്ഷൻ എഫും ജെയുടെ കൂടെയുള്ള ഫംഗ്ഷൻ ജിയുമാണ് ഡിനോട്ട് ചെയ്യാറ്. ദാറ്റ് ഈസ് എഫിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് ചെയ്യും, അതുപോലെ തന്നെ ജിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് ചെയ്യും. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമ്മുടെ വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണ്. ഇതായിരുന്നു ഫസ്റ്റ് തിയറം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്നിരുന്നാലും പ്രോബ്ലം ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഈ 3 തിയറം ഒന്നും കൂടി പറയാം. സെക്കൻഡ് തിയറം, എങ്ങനെ വർക്ക് ഡൺ ഇവാലുവേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഒരു വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണ്. നിങ്ങളുടെ കയ്യിൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു വെക്റ്റർ ഫീൽഡ് ഉണ്ടെങ്കിൽ, ദാറ്റ് ഈസ് എഫ് ഈസ് കൺസർവേറ്റീവ്, അങ്ങനെയാണെങ്കിൽ എഫിന് കറസ്പോണ്ടിങ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു ഗ്രേഡിയന്റ് ഫൈ ആയിട്ടുള്ള ഒരു ഫൈ എന്ന ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് രണ്ടും എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഫൈ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ദാറ്റ് ഈസ് വർക്ക് ഡൺ ദാറ്റ് ഈക്വൽ ടു, ഇതിന് നമ്മൾ വർക്ക് ഡൺ എന്നാണ് പറയാറ് അല്ലെ. ദാറ്റ് ഈസ് വർക്ക് ഡൺ വർക്ക് ഡൺ ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ, അഥവാ ഈ സി എന്ന കർവിലുള്ള വർക്ക് ഡൺ ബൈ ദിസ് വെക്റ്റർ ഫീൽഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി. ഈ ഒരു ഫീൽഡ് ആണെങ്കിൽ 2 ഡയമെൻഷൻ ആണെങ്കിൽ ഈ ഒരു കർവ് ഇങ്ങനെ ആയിരിക്കും അല്ലെ. ആ കർവിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും. ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് എടുത്താൽ, അതേപോലെ ഒരു എൻഡിങ് പോയിന്റ്, ഏത് കർവ് എടുത്തു കഴിഞ്ഞാലും അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റും ഒരു എൻഡിങ് പോയിന്റ് ഉണ്ട് അല്ലെ. സ്റ്റാർട്ടിംഗ് പോയിന്റും ഒരു എൻഡിങ് പോയിന്റ് ഉണ്ട്. അപ്പോൾ ആ 2 പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട്, അതുപോലെ തന്നെ x1 y1 എടുത്തു കഴിഞ്ഞാൽ ഇത് പിന്നെ ലൈൻ ഇന്റഗ്രൽ കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യണമെന്നില്ല. എന്ത് ചെയ്താൽ മതി, കറസ്പോണ്ടിങ് ഈ ഫംഗ്ഷനിൽ ആ 2 പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് എൻഡിങ് പോയിന്റ്, ദാറ്റ് ഈസ് ഫൈ ഓഫ് x1 y1 മൈനസ് ഫൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ചെയ്താൽ മതി. അല്ലാതെ ഇത് ഇവാലുവേറ്റ് ചെയ്യണം. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം യൂസ്ഫുൾ ആണ് ഈ റിസൾട്ട് എന്നുള്ളത്. നെക്സ്റ്റ് തേർഡ് തിയറം, നമ്മുടെ കർവ് എങ്ങനെയായിരിക്കാം, ക്ലോസ്ഡ് ആവണമെന്നില്ല. എന്താണ് ക്ലോസ്ഡ് കർവ്? ക്ലോസ്ഡ് കർവ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ഈക്വൽ. ഇതൊരു ക്ലോസ്ഡ് കർവാ. നെക്സ്റ്റ് ഇതൊരു ക്ലോസ്ഡ് കർവാ. ഓക്കെ, ഇതൊരു ക്ലോസ്ഡ് കർവാ. നെക്സ്റ്റ് ഇതൊരു ക്ലോസ്ഡ് കർവാ. നെക്സ്റ്റ് ഇതൊരു ക്ലോസ്ഡ് കർവ് അല്ല. അപ്പോൾ ഇന്റഗ്രൽ ഓവർ സി, ഈ സി എന്നുള്ളത് ഇതുപോലെയുള്ള ക്ലോസ്ഡ് കർവ് ആണെങ്കിൽ വർക്ക് ഡൺ 0 ആയിരിക്കും. എവിടെ? വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണെങ്കിൽ. ദാറ്റ് ഈസ് W ഈക്വൽ ടു വർക്ക് ഡൺ ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി. സി എന്തായിരിക്കണം? സി ക്ലോസ്ഡ് ആയിരിക്കണം, ക്ലോസ്ഡ് കർവ് ആയിരിക്കണം. അതുപോലെ തന്നെ എഫ് ഡോട്ട് ഡി ആറിലെ എഫ് എന്തായിരിക്കണം? കൺസർവേറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഒരു കൺസർവേറ്റീവ് ഫീൽഡ് ഒരു ക്ലോസ്ഡ് കർവിലുള്ള ഏത് ലൈൻ ഇന്റഗ്രലിലും 0 ആയിരിക്കും. ഒന്നാമത്തെ റിസൾട്ട്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ തിയറം നമ്മൾ പറയുന്നത് 3 റിസൾട്ട് ഈക്വലന്റ് ആണ് എന്നാണ് പറയുന്നത്. ഫീൽഡ് കൺസർവേറ്റീവ് ആണെങ്കിൽ അതിന്റെ വർക്ക് ഡൺ അബൌട്ട് ദിസ് ക്ലോസ് പീസ് വൈസ് സ്മൂത്ത് ക്ലോസ്ഡ് കർവിൽ എന്തായിരിക്കും? അത് 0 ആയിരിക്കും. രണ്ടാമത്തേത്, ഫീൽഡ് കൺസർവേറ്റീവ് ആണെങ്കിൽ പാത്ത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഇനി ക്ലോസ്ഡ് ആണെങ്കിൽ 0 ആയിരിക്കും. ഇനി ക്ലോസ്ഡ് അല്ലെങ്കിലോ, ദാറ്റ് ഈസ് നമുക്ക് ഈ ഒരു ഫീൽഡ് എടുത്തു, ആ ഫീൽഡ് എഫ് കൺസർവേറ്റീവ് ആണ്, വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണ്. നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു കർവിൽ ഇന്റഗ്രേറ്റ് ചെയ്യും. സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ഈക്വൽ ആയിട്ടുള്ള വേറൊരു കർവ് എടുത്തു, ഈ ഒരു കർവിൽ ഇന്റഗ്രേറ്റ് ചെയ്തു, ഈ ഒരു കർവിൽ ഇന്റഗ്രേറ്റ് ചെയ്തു, ഈ ഒരു കർവിൽ ഇന്റഗ്രേറ്റ് ചെയ്തു. ഏത് കർവിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ഈക്വൽ ആണെങ്കിൽ അത് പാത്ത് ഇൻഡിപെൻഡന്റ് ആയി. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഏത് പാത്ത് കൂടി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലും സെയിം ആൻസർ കിട്ടാം. അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല നമ്മുടെ ഇന്റഗ്രൽ. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച 3 തിയറംസ്.
ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. First question, use potential function. Use potential function. Use potential function to evaluate the integral. To evaluate the integral 1,4 to 3,1 2x y cube dx plus 1 plus 3x square y square dy. ഇവിടെ നിങ്ങൾക്ക് ഇന്റഗ്രൽ ഓവർ സി ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണ് പറഞ്ഞുള്ളത്? പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇത് ഇവാലുവേറ്റ് ചെയ്യണം. എന്താണ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ? പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്നൊരു ടേം വരികയാണെങ്കിൽ ആ ഫീൽഡ് എന്തായിരിക്കും? കൺസർവേറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് ഗ്രേഡിയന്റ് ഫൈ ദാറ്റ്സ് ഈക്വൽ ടു എഫ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തറിയണം? നിങ്ങൾക്ക് എഫ് എന്താ എന്നറിയണം, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഫൈ എന്താ അറിയണം, അതുപോലെ തന്നെ ഈ പോയിന്റ് കിട്ടണം അല്ലെ. നമുക്കറിയാം രണ്ടാമത്തെ റിസൾട്ട് ഒരു വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ദാറ്റ്സ് ഈക്വൽ ടു ഫൈയില് ഏതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്? ഫ്രം 1 to a to b എന്ന് നമ്മൾ പറയാറ് അല്ലെ. ദാറ്റ് ഈസ് 1 to 4 ഒരു പ്ലെയിനിലെ ഒരു പോയിന്റ് 1 to 4 1 4 ഇതായിരിക്കും അല്ലെ. ദാറ്റ് ഈസ് 1 2 3 4 5. നെക്സ്റ്റ് 1 2 3 4 5. നെക്സ്റ്റ് 1 4 പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് 1 ദാറ്റ് ഈസ് 1 2 3 4 ഈ ഒരു പോയിന്റ് ആണ് 1 4. നെക്സ്റ്റ് 3 1 പറഞ്ഞു കഴിഞ്ഞാലോ ഈ ഒരു പോയിന്റ്. അപ്പോൾ ഇത് കർവ് ഏതോ ആയിക്കോട്ടെ, കാരണം നമ്മൾ എടുക്കാൻ പോകുന്നത് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആണ്. പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ ഈ ഫീൽഡ് കൺസർവേറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ഏത് കർവ് കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലും സെയിം ആൻസർ കിട്ടുക. ഈ കർവ് കൂടി അല്ലെ. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതായിരിക്കണം? ഇതായിരിക്കണം. എൻഡിംഗ് പോയിന്റ് ഇതായിരിക്കണം. എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരേ ആൻസർ ആവുക, കാരണം പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ വരുമ്പോൾ ആ ഫീൽഡ് കൺസർവേറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യാൻ പോണത് ഫീൽഡ് കൺസർവേറ്റീവ് ആണെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഫൈ എന്ന പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഈ രണ്ട് പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആൻസർ ഇതാണ്. ഫൈ ഓഫ് 3 1. ഫൈ എന്ന ഫംഗ്ഷനിൽ എക്സും വൈ ഉണ്ടായിരിക്കും അല്ലെ. അതില് എക്സിന്റെ സ്ഥാനത്ത് 3യും വൈയുടെ സ്ഥാനത്ത് 1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൈനസ് ഫൈ ഓഫ് 1 4. ഇതാണ് ആൻസർ. ഓക്കെ, പക്ഷെ നമുക്ക് ഇവിടെ ഫൈ കണ്ടുപിടിക്കണം. തൊട്ടുമുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതേ മെത്തേഡ് ഉപയോഗിച്ച് ഇവിടെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ആ രണ്ട് പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം? പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം വെക്റ്റർ ഫീൽഡ് എന്താ നിങ്ങൾക്ക് അറിയണം. ഇത്തരം ക്വസ്റ്റ്യനിലെ വെക്റ്റർ ഫീൽഡ് ഈ ഡി എക്സിന്റെ കൂടെ ഉള്ള ടേം ആണ് എഫ്. അപ്പോൾ എഫ് ഈ ക്യാപിറ്റൽ എഫ് ഈക്വൽ ടു സ്മോൾ എഫ് ഐ പ്ലസ് സ്മോൾ ജി ജെ. ഇതാണ് വെക്റ്റർ ഫീൽഡ്. എന്താണ് എഫ്? സ്മോൾ എഫും സ്മോൾ ജിയും എന്താണ്? ഡി എക്സിന്റെ കൂടെ ഉള്ള ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഈസ് ഈ ഫംഗ്ഷൻ ആണ് എഫ്. അതുപോലെ തന്നെ ഈ ഒരു ഫംഗ്ഷൻ ആണ് ജി. അപ്പൊ എന്തായിരിക്കും വെക്റ്റർ ഫീൽഡ്? വെക്റ്റർ ഫീൽഡ് 2x y ക്യൂബ് i പ്ലസ് നെക്സ്റ്റ് 1 പ്ലസ് 3x സ്ക്വയർ y സ്ക്വയർ ജെ. ഇതാണ് വെക്റ്റർ ഫീൽഡ്. ഇനി കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വെക്റ്റർ ഫീൽഡ് പൊട്ടൻഷ്യൽ തമ്മിലുള്ള റിലേഷൻ. എഫ് ഈക്വൽ ടു ഗ്രേഡിയന്റ് ഫൈ ആയിരിക്കും അല്ലെ. എന്താണ് ഗ്രേഡിയന്റ് ഫൈ? 5xi പ്ലസ് 5yj അല്ലെ. That is f equal to 5xi plus 5yj അല്ലെ. That is f equal to 5xi plus 5yj. നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ ഐയുടെ കോഫിഷ്യന്റ് ഉണ്ട്, ഇവിടെയും ഐയുടെ കോഫിഷ്യന്റ് ഉണ്ട്, ഇവിടെ ജെയുടെ കോഫിഷ്യന്റ് ഉണ്ട്, ഇവിടെയും ജെയുടെ കോഫിഷ്യന്റ് ഉണ്ട്. അതുകൊണ്ട് ഫ്രം this equal to this implies 5x equal to 2xy cube. അതുപോലെ തന്നെ 5y equal to അല്ലെ. നമുക്ക് എന്ത് കിട്ടും? 5y യും അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് 5y equal to
5y ഈക്വൽ ടു 1 പ്ലസ് 3x സ്ക്വയർ y സ്ക്വയർ. ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യും അല്ലെ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 5 എന്ന ഒരു ഇക്വേഷൻ കിട്ടും. ഇത് സോൾവ് ചെയ്യും, ഇതിൽ നിന്നും നമുക്ക് 5 എന്ന ഒരു ഇക്വേഷൻ കിട്ടും. എന്നിട്ട് അത് രണ്ടും കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, 5 എടുത്തെഴുതും അല്ലെ. എങ്ങനെ ഇത് സോൾവ് ചെയ്യാം? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് ചെയ്തുള്ളത് പോകാൻ വേണ്ടിയിട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് അല്ലെ. ദാറ്റ് ഈസ് 5 ഈക്വൽ ടു ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്തിട്ടുള്ള ഡിഫറൻസ്. ഇവിടെ 5 വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് ചെയ്തേക്കുക, അത് പോകണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലെ. ദാറ്റ് ഈക്വൽ ടു 5x ദാറ്റ് ഈസ് ഇന്റഗ്രൽ 2x y ക്യൂബ് dx. വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 2 കോൺസ്റ്റന്റ് ആണ്, y ക്യൂബ് കോൺസ്റ്റന്റ് ആണ്, അതൊക്കെ അതുപോലെ തന്നെ എഴുതും. ബാക്കി എന്തുണ്ടായിരിക്കും? ദാറ്റ് ഈസ് 2 കോൺസ്റ്റന്റ്, y ക്യൂബ് കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് 2x സ്ക്വയർ ബൈ 2 y ക്യൂബ് പ്ലസ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു സാധാരണ c എഴുതും അല്ലെ. ഇവിടെ എന്താ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ, ലിമിറ്റ് ഇല്ല ഇവിടെ, അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു കോൺസ്റ്റന്റ് c എഴുതാറുണ്ട്. പക്ഷേ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആയതുകൊണ്ട് y-യുടെയും ഫംഗ്ഷൻ എന്താ വരാം, കാരണം y കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ ഞാൻ k1 ഓഫ് y എന്ന് എഴുതി. ഇതിന്റെ മീനിങ് സം ഫംഗ്ഷൻ ഓഫ് y, അത് y-യിലുള്ള ഒരു ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 5 കിട്ടി അല്ലെ. ദാറ്റ് ഈസ് 5 ഈക്വൽ ടു ഈ 2 വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എടുത്ത് എഴുതാൻ പോവാണ്. ഓക്കെ, നെക്സ്റ്റ് പേജിൽ എഴുതാം. ദാറ്റ് ഈസ് നമുക്ക് 5 കിട്ടി. 5 ഈക്വൽ ടു x സ്ക്വയർ y ക്യൂബ് പ്ലസ് സം ഫംഗ്ഷൻ ഓഫ് y അല്ലെ, ഇങ്ങനെ കിട്ടിയത്. പക്ഷെ നമുക്ക് ഇത് അറിഞ്ഞൂടാ. ഇത് ഫംഗ്ഷൻ ഓഫ് y പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്യുവർ കോൺസ്റ്റന്റ് ആവാം, അല്ലെങ്കിൽ y ആവാം, അല്ലെങ്കിൽ 2y ആവാം, അല്ലെങ്കിൽ sin y ആവാം. ഇത് നമുക്ക് അറിഞ്ഞൂടാ. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത ഇക്വേഷനും ഈ ഇക്വേഷനും കൂടി സോൾവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എന്താണ് ഇക്വേഷൻ? 5y ഈക്വൽ ടു 1 പ്ലസ് 3x സ്ക്വയർ y സ്ക്വയർ. വിത്ത് റെസ്പെക്ട് ടു y പോകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 5y dy. That equal to integral 5y, that is 5y എന്തായിരുന്നു? 1 plus 3x square y square into dy അല്ലേ. വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ x കോൺസ്റ്റന്റ് ആണ്, നമ്പേഴ്സ് കോൺസ്റ്റന്റ് ആണ്, therefore 1ന്റെ ഇന്റഗ്രൽ y പ്ലസ് നെക്സ്റ്റ് 3 അതുപോലെ തന്നെ എഴുതി, x സ്ക്വയർ അതുപോലെ തന്നെ എഴുതി, നെക്സ്റ്റ് y സ്ക്വയറിന്റെ ഇന്റഗ്രൽ y ക്യൂബ് ബൈ 3. ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു. പ്ലസ് ഇവിടെയും ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. ഈ കോൺസ്റ്റന്റ് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ x കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് ഇങ്ങനെ എഴുതാം, സം ഫംഗ്ഷൻ ഓഫ് x k2 ഓഫ് x. അപ്പൊ നമുക്ക് രണ്ട് ഫംഗ്ഷൻ കിട്ടി അല്ലെ, രണ്ടും 5 ആണ്, സെയിം ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഈസ് 5 ഈക്വൽ ടു എന്തൊക്കെ കിട്ടിയ? x സ്ക്വയർ y ക്യൂബ് പ്ലസ് y പ്ലസ് സം ഫംഗ്ഷൻ ഓഫ് അല്ലെ. അപ്പൊ ഇത്രയും എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ 5 എഴുതാൻ പോണത്. ദാറ്റ് ഈസ് 5 ഈക്വൽ ടു, ഫസ്റ്റ് നമ്മൾ ചെയ്യും, അറിയുന്ന ഫംഗ്ഷൻ മാത്രം എഴുതിയാൽ മതി. ഫസ്റ്റ് ഒന്നാമത്തെ ഫംഗ്ഷനിൽ ഇത് മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയുള്ളൂ, കാരണം ഇത് അൺനോൺ ഫംഗ്ഷൻ ആണ്, നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോ അത് എടുത്ത് എഴുതി, എക്സ് സ്ക്വയർ വൈ ക്യൂബ്. രണ്ടാമത്തെ ഫംഗ്ഷൻ നോക്കുമ്പോൾ ആൾറെഡി ഇത് നമ്മൾ എടുത്ത് എഴുതിയിട്ടുണ്ട് അല്ലെ. എപ്പോഴും അങ്ങനെ കിട്ടും, രണ്ട് ഫംഗ്ഷനിലും കോമൺ ആയിട്ടുള്ള ടേം എന്തായാലും ഉണ്ടായിരിക്കും. അത് വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല, കാരണം എക്സ് സ്ക്വയർ വൈ ക്യൂബ് ആൾറെഡി നമ്മൾ എഴുതി. ഇത് രണ്ടും 5 ആണ്, ഇതും 5 ആണ്, ഇതും 5 ആണ്. അപ്പോൾ ഇതിലും നമ്മൾ ഉള്ള ടേമും ഇതിലും ഉള്ള ടേം കോമൺ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല, അതിൽ ഒന്ന് എടുത്ത് എഴുതിയാൽ മതി. നെക്സ്റ്റ് പ്ലസ് വൈ, വൈ ഇവിടെ ഉണ്ട് ഇവിടെ ഇല്ല അല്ലെ, പക്ഷെ ഇവിടെ സം ഫംഗ്ഷൻ ഓഫ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഫംഗ്ഷൻ ഓഫ് വൈ എന്തായിരിക്കാം? ഈ വൈ ആയിരിക്കാം. ഓക്കെ, therefore ആ ഫംഗ്ഷൻ എടുത്ത് എഴുതി. പിന്നെ ഇത് നമുക്ക് അറിഞ്ഞൂടാ, ഇതൊന്നും അറിഞ്ഞൂടാ. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ, കംപ്ലീറ്റ് ആൻസർ. അപ്പോ ഇവിടെ നമുക്ക് 5 കിട്ടി അല്ലെ. ദാറ്റ് ഈസ് വേർ 5 ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ ക്യൂബ് പ്ലസ് വൈ അല്ലെ. therefore ഇന്റഗ്രൽ ഓവർ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇന്റഗ്രൽ, ഇതായിരുന്നു ക്വസ്റ്റ്യൻ അല്ലെ. ഇന്റഗ്രൽ 1 to 4 3x1 സം എഫ് ഇൻറ്റു ഡി എക്സ് എന്തോ ആയിക്കോട്ടെ. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു എന്താണ്? ദിസ് ഈക്വൽ ടു, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എഫ് ഡോട്ട് ഡി ആർ പറഞ്ഞു കഴിഞ്ഞാലും 2xy ക്യൂബ് ഡി എക്സ് പ്ലസ് സം ഫംഗ്ഷൻ ഇവിടെ ഞാൻ ഇവിടെ എഴുതാം.
that is integral over c f dot dr. ഇത് തന്നെയാണ് integral over c some function f dx plus g dy. ഇങ്ങനെ തന്നു കഴിഞ്ഞാലും സെയിം മീനിങ്. കാരണം ഇതിനെ എഫ് എന്ന ഫംഗ്ഷനിൽ എന്തുണ്ട്, എഫ് എന്ന ഫംഗ്ഷനിൽ എഫ് ഐ പ്ലസ് ജി ജെ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഡി ആർ പറയുമ്പോൾ നമ്മൾ അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് ചെയ്ത് അതിനെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഡി എഫ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ജി ഇൻറ്റു ഡി വൈ എന്ന് തന്നെ വരിക. ഓക്കെ, ദെർഫോർ ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ തന്ന ഏത് ഫോമിലായിരുന്നു, ഇന്റഗ്രൽ ഓവർ സി അല്ലെങ്കിൽ ഇന്റഗ്രൽ ഫ്രം ദിസ് പോയിന്റ് സം എക്സ് നോട്ട് വൈ നോട്ട് ടു എക്സ് വൺ വൈ വൺ, ഈ പോയിന്റ് ദാറ്റ് ഈസ് എഫ് ഐ പ്ലസ് ജി ജെ ആയിരുന്നു അല്ലെ. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു എന്താണ്, ഫൈ ഓഫ് എക്സ് വൺ വൈ വൺ മൈനസ് ഫൈ ഓഫ് എക്സ് ടു. അതുകൊണ്ട് നമ്മൾ ഈ റിസൾട്ട് തന്നെ ഉപയോഗിച്ചത്. ഓക്കെ, അപ്പോ എക്സാമിന് വരികയാണെങ്കിലും ഇതാണെന്ത്, ഇത് ഏത് ഫോമിലാണ്, ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന ഫോമിലുള്ള ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെയും തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പൊട്ടൻഷ്യൽ ഫംഗ്ഷനിൽ രണ്ട് പോയിന്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ നമുക്കറിയാം എക്സ് സ്ക്വയർ വൈ ക്യൂബ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ദാറ്റ് ഈസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഞാൻ ഈ ഒരു റിസൾട്ട് ഒഴിവാക്കാൻ പോവാണ്. therefore phi equal to എടുത്ത് എഴുതാം, phi equal to x square y cube plus y. എന്താണ് phi of 1,4? phi of 1,4 പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ഈ പോയിന്റ് അല്ല, എപ്പോഴും നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നാണ് വരിക. ഓക്കെ, ദാറ്റ് ഈസ് phi of 3,1. എക്സിന് 3 കൊടുക്കണം, വൈക്ക് 1 കൊടുക്കണം. അപ്പൊ എന്ത് വരും, 9 into 1 plus 1, that is 9 plus 1 വരും, that's equal to 10 വരും. Okay, next phi of 1,4 എന്താ വേണ്ടേ, എക്സിന് 1 കൊടുക്കണം, വൈക്ക് 4 കൊടുക്കണം. that is 4 cube plus 4. എത്രയാണ് 4 cube, that's equal to 64 plus 4, that's equal to 68. Okay, therefore നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore our final answer integral 1,4,2,3,1 2x y cube dx plus 1 plus 3x square y square dy, this equal to phi of 3,1 minus phi of 1,4, that equal to 10 minus 68, that's equal to minus 58. ഇതാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question. Let f of xy. Let capital F of xy that equal to e raised to y I plus x e raised to y j denote a force field, denote a force field in the xy plane First question, verify that the force field F is conservative on the entire xy plane. Verify that the force field capital F is conservative on the entire xy plane. Second question, question number B. Find a work done by the force field. Find a work done
by the force field on a particle that move from 10 to -10 along the semicircular path capital C shown in below. ഓക്കെ, താഴെ തന്നിട്ടുള്ള പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് പാത്ത് കാണാം. ഇതാണ് ഫിഗർ. ദാറ്റ് ഈസ് y ആക്സ്, നെക്സ്റ്റ് x ആക്സ്, സെമി സർക്കിൾ -1 നിന്ന് -1 പാസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 1 യൂണിറ്റ് റേഡിയസ് ആയിട്ടുള്ള സർക്കിൾ. ഓക്കെ, ദാറ്റ് ഈസ് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി എങ്ങനെ ചെയ്യാം? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. വെരിഫൈ ദ ഫോഴ്സ് ഫീൽഡ് എഫ് ഈസ് കൺസർവേറ്റീവ് ഓൺ ദി എൻറ്റയർ XY പ്ലെയിൻ. XY പ്ലെയിനിൽ നമ്മുടെ വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണ് എന്ന് തെളിയിക്കണം. ഓക്കെ, നമുക്ക് എഫ് അറിയാം. കൺസർവേറ്റീവ് ആണ് അല്ലെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് തിയറം ഉപയോഗിക്കാം. ദാറ്റ് ഈസ് ഗിവൺ ദാറ്റ് സൊല്യൂഷൻ. Given that f of xy, capital F of xy equal to e raised to y I plus x e raised to y j. That is where small f equal to e raised to y. കാരണം ഐയുടെ കൂടെയുള്ള ഫംഗ്ഷനാണ് എപ്പോഴും സ്മോൾ എഫ്. നെക്സ്റ്റ് സ്മോൾ g ഈക്വൽ ടു എക്സ് ഇ റേസ് ടു വൈ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് ചെയ്യണം, പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യണം. ദാറ്റ് ഈസ് ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ വൈ, ദാറ്റ് ഈക്വൽ ടു ഇ റേസ് ടു വൈ. ഇനി ജിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് ചെയ്യണം. ദാറ്റ് ഈസ് ഡോ ജി ഡിവൈഡ് ബൈ ഡോ എക്സ്, ഡോ എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ഇ റേസ് ടു വൈ കോൺസ്റ്റന്റ് ആണ്, എക്സിന്റെ ഡെറിവേറ്റീവ് 1. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇ റേസ് ടു വൈ. Since dou f divided by dou y equal to dou g divided by dou x, the vector field f is conservative. Okay, first question completed. ഇനി വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണെങ്കിൽ നമുക്ക് വർക്ക് ഡൺ വളരെ സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. പാത്ത് ഏതോ ആയിക്കോട്ടെ. കാരണം ഇവിടെ ഫിഗറിൽ നമുക്ക് ഇങ്ങനെ ഒരു പാത്ത് തന്നിട്ടുണ്ടെങ്കിലും അവിടെ ആ പാത്ത് ഉപയോഗിക്കണമെന്നില്ല. കാരണം ഫീൽഡ് കൺസർവേറ്റീവ് ആണ്. ഫീൽഡ് കൺസർവേറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഈ ഫിഗർ തരുന്നില്ല. ഓക്കെ, therefore നമുക്ക് എന്ത് ചെയ്യാം? ഇവാലുവേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. ദിസ് ഈക്വൽ ടു ഫൈ ഓഫ് x1 അല്ലെങ്കിൽ x1 y1 മൈനസ് ഫൈ ഓഫ് x0 y0. അഥവാ നമ്മുടെ x0 y0 അതുപോലെ x1 y1 ഇതെല്ലാം നമുക്കറിയാം. ഒരു പക്ഷെ അതിനായിരിക്കും ഫിഗർ തന്നുണ്ടായിരിക്കാം. ദാറ്റ് ഈസ് ഇതാണ് നമ്മളെ ഓറിയന്റേഷൻ. സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് 10, എൻഡ് ചെയ്യുന്ന പോയിന്റ് -10. ഓക്കെ, ദാറ്റ് ഈസ് ഫൈ ഓഫ് എൻഡിങ് പോയിന്റ്, ദാറ്റ് ഈസ് ഫൈ ഓഫ് -10 മൈനസ് ഫൈ ഓഫ് 10. അല്ലെ, നമുക്ക് ആകെ അറിയേണ്ടത് ഫൈ അറിയണം, ഫൈ എന്ന ഫംഗ്ഷൻ അറിയണം. അല്ലെ, ദാറ്റ്സ് ഈക്വൽ ടു. അപ്പൊ നമ്മൾ ഇനി ഫൈ കണ്ടുപിടിച്ചിട്ട് അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എങ്ങനെ ഫൈ കണ്ടുപിടിക്കാം? തൊട്ട് മുന്നേ ചെയ്ത പോലെ സെയിം മെത്തേഡ്. കാരണം വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആയതുകൊണ്ട് എഫ് ഈക്വൽ ടു എഴുതാം, കംപ്ലീറ്റ് എഴുതാം. സിൻസ് എഫ് ഈസ് കൺസർവേറ്റീവ്, f equal to
some gradient function that equal to 5xi plus 5yj. Okay, but we know that f equal to f നമുക്കറിയാം അല്ലേ, that is f equal to e raised to yi plus x e raised to yj. That is f equal to 5xi plus 5yj. We substitute this, that is 5xi plus 5yj, that equal to e raised to yi plus x into e raised to yj. Okay, that is comparing both sides. That implies 5x equal to e raised to y and 5y equal to x e raised to y. We solve these two equations. Then first equation, 5 equal to integral 5x dx, that is integral e raised to y dx. With respect to x ചെയ്യുമ്പോൾ e raised to y കോൺസ്റ്റന്റ് ആണ്, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഔട്ട്സൈഡ് എടുക്കാം. ബാക്കി എന്തുണ്ട്, ഇന്റഗ്രൽ dx. അതിന്റെ ആൻസർ that is e raised to y into x. ഓക്കെ, നെക്സ്റ്റ് ഇതും സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, that is 5 equal to, ഇവിടെ ഒരു പ്ലസ് സം ഫംഗ്ഷൻ ഓഫ് y, നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് k1y എന്ന ഫംഗ്ഷൻ കൊണ്ട് ഡിനോട്ട് ചെയ്യും. കാരണം ഇവിടെ വിത്ത് റെസ്പെക്ട് x ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സം ഫംഗ്ഷൻ ഓഫ് y യും കോൺസ്റ്റന്റ് ആയിട്ട് വരാം. ഓക്കെ, രണ്ടാമത്തെ ചെയ്യുമ്പോൾ എന്ത് വരും, ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലേ, ദാറ്റ് ഈസ് ഇന്റഗ്രൽ 5y dy, ദാറ്റ് ഈക്വൽ ടു ഇന്റഗ്രൽ എന്താണ് 5y നമുക്ക് എഴുതാം അല്ലെ, x e raised to y dy. എന്ത് വരും ആൻസർ, വിത്ത് റെസ്പെക്ട് ടു x y ചെയ്യുമ്പോൾ x വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം അല്ലെ, x പുറത്തേക്ക് എടുത്ത് e raised to y യുടെ ഇന്റഗ്രൽ e raised to y തന്നെ, പ്ലസ് ഇവിടെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ x കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് k2 of x എഴുതാം. ഓക്കെ, ഇനി അപ്പൊ രണ്ട് ആൻസർ കിട്ടി അല്ലെ, ദാറ്റ് ഈസ് 5 ഈക്വൽ ടു, അത് ഇവിടെ എഴുതാം, 5 ഈക്വൽ ടു x e raised to y plus k1y വന്നു. അതുപോലെ തന്നെ 5 ഈക്വൽ ടു x e raised to y plus k2x വന്നു. അപ്പൊ നമുക്ക് ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് എഴുതുമ്പോൾ 5 ഈക്വൽ ടു ഒന്നാമത്തെ ഫംഗ്ഷനിൽ ഏതാ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം, അത് മാത്രം എടുത്ത് എഴുതാം, ദാറ്റ് ഈസ് x e raised to y, പ്ലസ് രണ്ടാമത്തെ ഫംഗ്ഷനിൽ ഏതാണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയാം, ഇത് തന്നെയാണ് അല്ലെ, സെയിം ഫംഗ്ഷൻ തന്നെയാണ് അല്ലെ, പിന്നെ ഇവിടെ ഒന്നുമില്ല, k1 of y k2 of y അല്ലെ, എപ്പോഴാണ്, അപ്പൊ ഇത് രണ്ടും വേറെ ഒന്നും ഇല്ലെങ്കിൽ k1 of y k2 of y ഇത് രണ്ടും ഈക്വൽ ആണ് എന്നാണ് അതിന്റെ മീനിങ്. ഫംഗ്ഷൻ ഓഫ് y യും ഫംഗ്ഷൻ ഓഫ് x ഉം ഈക്വൽ. ഇവിടെ നോക്കിയാൽ 5 ഈക്വൽ ടു ദിസ് പ്ലസ് ദിസ്, 5 ഈക്വൽ ടു ദിസ് പ്ലസ് ദിസ്. ഇതിന്റെ മീനിങ് എന്താണ്, ഇത് രണ്ടും ഈക്വൽ ആണ്. എപ്പോഴാണ് ഒരു എക്സിന്റെ ഫംഗ്ഷനും വൈയുടെ ഫംഗ്ഷനും ഈക്വൽ ആയി വരിക, ഇത് രണ്ടും പ്യുവർ കോൺസ്റ്റന്റ് ആവുമ്പോഴാണ്. അപ്പോ ഇവിടെ വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സി എന്ന് എഴുതി വെക്കാം, പ്ലസ് സി. ഇനി ഇവിടെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലോ ആ ഫംഗ്ഷൻ മാത്രം എഴുതിയാലും മതി. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് ഇ റൈസ് ടു വൈ പ്ലസ് സി. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ, that is 5. ഞാൻ 5 ഇവിടെ എടുത്ത് എഴുതാം, that is 5 equal to x e raised to y plus c. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, വൈക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഒന്നാമത്തെ എന്ത് വരും, -1 പ്ലസ് സി എന്ന് വരും അല്ലെ, -1 പ്ലസ് സി. നെക്സ്റ്റ് രണ്ടാമത്തെ വൈക്ക് അപ്പോഴും 0, എക്സിന് 1, അപ്പൊ എന്ത് വരും, -1 പ്ലസ് സി. അപ്പൊ സി ക്യാൻസൽ ചെയ്ത് പോകും. എപ്പോഴും ഈ കോൺസ്റ്റന്റ് ടേം ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യും, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ ഇവിടെ എന്ത് വരും, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ -1 പ്ലസ് സി -1 മൈനസ് സി അല്ലെ, സി ക്യാൻസൽ ചെയ്ത് പോയി, ഫൈനൽ ആൻസർ -2. ഇതാണ് കംപ്ലീറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. Determine whether
determine whether f equal to the vector field f equal to 2 into e raised to 2x cos 2y I minus 2 into e raised to 2x sin 2y j conservative vector field. If so, find potential function. രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇങ്ങനെ ആയിരിക്കും എക്സാമിന് ചോദിക്കുക. അഥവാ ഒരു വെക്റ്റർ ഫീൽഡ് നിങ്ങൾക്ക് തരും, അത് കൺസർവേറ്റീവ് ആണോ ചെക്ക് ചെയ്യാൻ പറയും. ഇനി കൺസർവേറ്റീവ് ആണെങ്കിൽ കറസ്പോണ്ടിങ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫൈൻഡ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. ഓക്കെ, ഇപ്പൊ കൺസർവേറ്റീവ് ആണെങ്കിൽ എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് എപ്പോഴും ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, അതും കൂടിയും കണ്ടുപിടിക്കണം. ഒന്നാമത്തെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് സൊല്യൂഷൻ. That is given that f equal to 2 e raised to 2x cos 2y I minus 2 e raised to 2x sin 2y j. From this, f equal to 2 e raised to 2x cos 2y and g equal to minus 2 e raised to 2x sin 2y. നിങ്ങളെ എക്സാമിന് ഈ മൈനസ് എഴുതാൻ മാർക്കും. മൈനസ് ആണെങ്കിൽ മൈനസ് ഇതിന്റെ കൂടെ എഴുതണം. ഓക്കെ, അപ്പൊ മൈനസ് എഴുതിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ വൈയും ഡോ ജി ഡിവൈഡ് ബൈ ഡോ എക്സും ചെയ്യുമ്പോൾ നോട്ട് ഈക്വൽ വരിക. അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, കൺസർവേറ്റീവ് അല്ല എന്ന് എഴുതി വെക്കും. അതുകൊണ്ട് കംപ്ലീറ്റ് മാർക്ക് പോകും. അപ്പോൾ ഇവിടെ മൈനസ് നിങ്ങൾ വിട്ടു പോകരുത്. നെക്സ്റ്റ് ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ ഇവിടെ 2 e raised to 2x കോൺസ്റ്റന്റ് ആണ് അല്ലേ. അപ്പൊ അതുപോലെ തന്നെ എഴുതി 2 e raised to 2x എഴുതി. ഇനി cos 2y യുടെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് മൈനസ് 2 sin 2y ദാറ്റ് ഈക്വൽ ടു ഒന്ന് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് മൈനസ് 4 e raised to 2x sin 2y. ഇതാണ് ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ വൈ. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഡോ ജി ഡിവൈഡ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കണം. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 2 വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ മൈനസ് 2 കോൺസ്റ്റന്റ് ആണ്, സൈൻ 2y കോൺസ്റ്റന്റ് ആണ്. അത് ആദ്യം ഞാൻ എഴുതി വെച്ചു, ഇത് കോൺസ്റ്റന്റ് ആണ്. നെക്സ്റ്റ് e raised to 2x ന്റെ ഡെറിവേറ്റീവ് 2 e raised to 2x വീണ്ടും ഇൻറ്റു ചെയ്യുമ്പോൾ എന്താവും, മൈനസ് 4 e raised to 2x sin 2y. ഇത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയുള്ളത്. അപ്പൊ നിങ്ങൾ ഇവിടെ മൈനസ് ഇടാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നോട്ട് ഈക്വൽ ആണ് നിങ്ങൾ എഴുതി വെക്കും അല്ലേ. Okay, therefore, since dou f divided by dou y equal to dou g divided by dou x, therefore f is conservative. ഇതേപോലെ നിങ്ങൾ എക്സാമിന് എഴുതി വെക്കണം. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ കാരണം എക്സാമിനും ഇതേപോലെ നിങ്ങൾ കംപ്ലീറ്റ് എല്ലാ സ്റ്റെപ്പും എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ജി ഡിവൈഡ് ബൈ ഡോ എക്സ്. അതുകൊണ്ടാണ് എഫ് കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആണ് എന്ന് നമുക്ക് കിട്ടി. ഇനി ഇഫ് സോ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. എപ്പോഴും നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത അതേ സെയിം മെത്തേഡാ. സിൻസ് ക്യാപിറ്റൽ എഫ് ഈസ് കൺസർവേറ്റീവ്, എഫ് ഈക്വൽ ടു some function, some gradient function. Now gradient function that is 5xi plus 5yj. That is gradient. Okay. Therefore, നമുക്ക് f അറിയാം അല്ലേ. Therefore substitute ചെയ്ത് കഴിഞ്ഞാൽ 5xi plus 5yj that's equal to f. f എന്തായിരുന്നു? f equal to 2 a raised to 2x cos 2y minus 2 e raised to 2x sin 2j അല്ലേ. ദാറ്റ് ഈസ് ഫ്രം ദിസ് നമുക്ക് കമ്പയർ ചെയ്യാം അല്ലേ. രണ്ട് സൈഡും എന്താണ്, സെയിം വെക്റ്റർ ഫീൽഡാണ്. therefore 5x equal to 2 e raised to 2x cos 2y and 5y equal to
minus 2 e raised to 2x sin 2y. From this, phi equal to integral 5x dx. With respect to x ചെയ്യണം. That is integral 2 e raised to 2x cos 2y. With respect to x ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് പുറത്തേക്ക് എടുക്കാം, അതുപോലെ തന്നെ ഇതിനെയും പുറത്തേക്ക് എടുക്കാം. അല്ലേ? That's equal to 2 cos 2y ബാക്കി integral e raised to 2x dx. Okay. Next, that is this equal to 2 cos 2y എന്താണ് integral e raised to 2x, that is e raised to 2x divided by 2 പ്ലസ് എപ്പോഴും നമ്മൾ എഴുതുന്ന പോലെ k1 of y. കാരണം വിത്ത് റെസ്പെക്ട് ടു x ചെയ്യുമ്പോൾ y-യുടെ ടേമും കോൺസ്റ്റന്റ് ആയിട്ട് വരും. നമുക്ക് ഇവിടെ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ? ദാറ്റ് ഈസ് ആൻസർ എന്തായി? e raised to 2x cos 2y പ്ലസ് സം ഫംഗ്ഷൻ ഓഫ് y. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? y നിന്ന് phi കണ്ടുപിടിക്കാം. ഓക്കെ, ഞാൻ ഇവിടെ എടുത്ത് എഴുതാം. നമുക്ക് കിട്ടിയ ആൻസർ ഇവിടെ എടുത്ത് എഴുതാം. ദാറ്റ് ഈസ് phi ഈക്വൽ ടു e raised to 2x cos 2y plus k1 of y. Okay, next with respect to y integrate ചെയ്തിട്ട് വീണ്ടും phi കണ്ടുപിടിക്കാം. That is phi equal to integral 5y dy. That's equal to integral 5y, that is minus 2 e raised to 2x sin 2y into dy. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ ഇത്രയും ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ് അല്ലേ? ഇതെല്ലാം കോൺസ്റ്റന്റ്. അത് വേണമെങ്കിൽ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. minus 2 e raised to 2x ഔട്ട് സൈഡ് എടുക്കാം. ബാക്കി എന്തുണ്ട്? ഇന്റഗ്രൽ sin 2y dy. എന്താണ് sin 2y യുടെ ഇന്റഗ്രൽ? ദാറ്റ് ഈസ് minus 2 e raised to 2x minus cos 2y divided by 2 അല്ലേ? പ്ലസ് സം ഫംഗ്ഷൻ ഓഫ് x. വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ എക്സിലുള്ള ഫംഗ്ഷനും കോൺസ്റ്റന്റ് ആയിട്ട് വരാം. അപ്പൊ 2 ക്യാൻസൽ ചെയ്യാം. മൈനസ് മൈനസ് പ്ലസ് ആൻസർ എന്ത് വരും? ദാറ്റ് ഈസ് e raised to 2x cos 2y plus k2 of x. That is phi equal to e raised to 2x cos 2y plus k2 of x. Okay. Next, compare ചെയ്ത് എഴുതാം. നമുക്ക് രണ്ട് phi കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ രണ്ട് phiയും സെയിം phi ആണ് അല്ലേ? സെയിം പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് കമ്പയർ ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് ഫ്രം ദിസ് phi equal to e raised to 2x cos 2y. ഇവിടെ e raised to 2x cos 2y പ്ലസ് നെക്സ്റ്റ് ഇത് നമുക്ക് അറിഞ്ഞൂടാ. നെക്സ്റ്റ് ഇയർ സെയിം ഫംഗ്ഷൻ ആണ്, വീണ്ടും ഇത് അറിഞ്ഞൂടാ, അതുകൊണ്ട് പ്ലസ് c എന്ന് എഴുതും. ഓക്കെ, ഇനി കംപ്ലീറ്റ് ആയില്ലേ? പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിരുന്നു. therefore ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. show that the line integral over c y sin x dx minus cos x dx is independent of the path. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. എപ്പോഴാണ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത് നമുക്കറിയാം അല്ലേ? ലാസ്റ്റ് തിയറത്തില് തിയറം തേർഡില് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് സി എന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് വരിക? ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത് ഇഫ് എഫ് ഈസ് കൺസർവേറ്റീവ്. അപ്പൊ ഇതെല്ലാം ഈക്വലന്റ് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ അത് പാത്ത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ പാത്ത് ഇൻഡിപെൻഡന്റ് തെളിയിക്കണമെങ്കിൽ എന്ത് തെളിയിച്ചാൽ മതി? ഫീൽഡ് കൺസർവേറ്റീവ് ആണ് തെളിയിച്ചാൽ മതി. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. അപ്പൊ ഈ തിയറം ബേസ് ചെയ്തിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. യൂണിവേഴ്സിറ്റി എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഈ 3 തിയറം ഉപയോഗിച്ച് യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് 100% ഷുവർ ആണ്.
അപ്പോൾ ഇവിടെ നമുക്ക് തെളിയിക്കണം എന്താണ് ഇന്റഗ്രൽ ഓവർ സി y sin x dx minus cos x dx sorry dy cos x I think this is y okay that is y sin x dx minus cos x dy is independent of the path. Solution given that f equal to f എങ്ങനെ കണ്ടുപിടിക്കാം തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു dx ന്റെ കൂടെയുള്ള ടേം ആണ് സ്മോൾ f ഇതാണ് സ്മോൾ f നെക്സ്റ്റ് ഇതിന്റെ കൂടെയുള്ള ടേം ആണ് ഇവിടെ ശരിക്കും പ്ലസ് ഉണ്ട് ഈ മൈനസ് കൂടി ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക g കൺസിഡർ ചെയ്യുക ഓക്കേ ദാറ്റ് ഈസ് വേർ f equal to y sin x I minus cos xj ഇതാണ് f ഓക്കേ next dou f divided by where f equal to small f എന്താണ് from this f equal to y sin x g equal to minus cos x that is dou f divided by dou y that's equal to sin x. Next dou g divided by dou x that's equal to minus of minus sin x that's equal to sin x. Since dou f divided by dou y equal to dou g divided by dou x, the field f is conservative. If f is conservative, ആ റിസൾട്ട് കൂടി ഇതിന്റെ കൂടെ എഴുതി വെക്കണം. If f is conservative, then integral over c question എന്തായിരുന്നു integral over c y sin x dx minus cos x dy is path independent. ഇത്രയും എഴുതി വെച്ചാൽ മതി അല്ലാതെ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല പാത്ത് ഇൻഡിപെൻഡന്റ് ആണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞതാ അപ്പോൾ ഫീൽഡ് കൺസർവേറ്റീവ് ആണ് നോക്കിയാൽ മതി ഓക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ പക്ഷെ റിസൾട്ട് അറിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ evaluate integral over c y sin x dx minus cos x dy along the line segment from 0 1 to pi minus 1 തൊട്ട് മുന്നേ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ് അല്ലേ ദാറ്റ് ഈസ് എഫ് സെയിം ആണ് തൊട്ട് മുന്നേ നമുക്ക് എന്ത് കിട്ടി അല്ലേ സെയിം ആണ് സെയിം ഡാറ്റ ആണ് അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ലിമിറ്റ് ഇന്റഗ്രൽ ലിമിറ്റ് ഈ രീതിയിൽ ഒരു പോയിന്റ് ആയിട്ടൊക്കെ തരികയാണെങ്കിൽ എപ്പോഴും ഫീൽഡ് കൺസർവേറ്റീവ് ആയിരിക്കും അപ്പോൾ ഫീൽഡ് കൺസർവേറ്റീവ് ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെ ക്വസ്റ്റ്യനിൽ ഈ രീതിയിലുള്ള പോയിന്റ് തരിക കാരണം 5 കണ്ടുപിടിച്ചാൽ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ തരികയാണെങ്കിൽ പോയിന്റ് ഒക്കെ തരികയാണെങ്കിൽ നിങ്ങൾ വേഗം എന്ത് ചെയ്യുക ഫീൽഡ് കൺസർവേറ്റീവ് ആണോ ചെക്ക് ചെയ്യുക അല്ലേ ദാറ്റ് ഈസ് ഗിവൺ ദാറ്റ് solution given that capital F equal to y sin x I minus cos x is where dou f divided by dou x equal to sin x next dou g divided by dou f divided by dou y equal to sin x dou g divided by dou x again sin x that is dou f divided by dou y equal to dou g divided by dou x that implies f is conservative. f conservative ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം എന്നിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കെ ദാറ്റ് ഈസ്
since f is conservative, f equal to gradient phi, that equal to എന്താണ് 5xi plus 5yj. Okay, next that is 5xi plus 5yj that equal to f എന്താ നമുക്കറിയാം അല്ലേ, that is y sin x I minus cos xj. Compare ചെയ്യാം, that is 5x equal to y sin x, 5y equal to minus cos x. From this, phi equal to integral 5x dx, that implies phi equal to എന്ത് വരും, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ y sin x dx ആണ് അല്ലേ, that equal to y വേണമെങ്കിൽ എന്ത് ചെയ്യാം, with respect to x ചെയ്യുമ്പോൾ y വേണമെങ്കിൽ ഇങ്ങോട്ട് എഴുതാം, that is y integral sin x dx. കാരണം കോൺസ്റ്റന്റ് ആണ്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, with respect to x ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് എടുത്തത്. that is y into sin x ന്റെ ഇന്റഗ്രൽ minus cos x അല്ലേ, plus some function of y, that equal to minus y cos x plus some function of y. Okay, that is എവിടെ എഴുതാം, that is phi equal to minus y cos x plus some function of y. Okay, next with respect to y integrate ചെയ്യാം അല്ലേ, phi കിട്ടണമെങ്കിൽ with respect to 5y നെ with respect to y integrate ചെയ്ത് കഴിഞ്ഞാലും correct answer കിട്ടും. ഓക്കെ, എക്സാം നിങ്ങൾ നീറ്റായിട്ട് എഴുതാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതാം. നെക്സ്റ്റ്, ഫ്രം ദീസ് phi equal to integral 5y dy, that implies phi equal to integral minus cos x dy. മൈനസ് കോസ് എക്സ് ഇത്രയും ടൈം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുക്കാം, കാരണം കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ, that is minus cos x, ബാക്കി എന്താണ് ഇന്റഗ്രൽ dy. എന്താണ് ഇന്റഗ്രൽ dy, that is y, that is minus y cos x plus with respect to y ആണ് ചെയ്തത്, അവിടെ k1 of x k2 of x വേറെ ഫംഗ്ഷൻ, k1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും സെയിം ഫംഗ്ഷൻ ആയി, സെയിം ഫംഗ്ഷനിൽ എക്സിന്റെ സ്ഥാനത്ത് y എന്ന അതിന്റെ മീനിങ്, അങ്ങനെ സെയിം ഫംഗ്ഷൻ ആണെന്നില്ല, വേറെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ആണ്, that is k2 of x. ഓക്കെ, അപ്പൊ നമുക്ക് അതും ഇവിടെ എടുത്ത് എഴുതാം, phi equal to minus y cos x plus k2 of x. From these two function അല്ലെ, രണ്ടും സെയിം ഫംഗ്ഷൻ ആണ്, therefore ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, phi equal to ഇതിന്ന് നമുക്ക് അറിയുന്ന ഫംഗ്ഷൻ minus y cos x plus നെക്സ്റ്റ് ഇവിടെ അറിയുന്ന ഫംഗ്ഷൻ സെയിം ഫംഗ്ഷൻ തന്നെയാണ് അല്ലെ, അതുകൊണ്ട് നമ്മൾ c എന്ന് എഴുതി. അപ്പൊ ഇതാണ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. therefore നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞത്, that is integral over c y sin x dx minus cos x dy അല്ലേ, that is സെക്കൻഡ് തിയറം ഉപയോഗിച്ച് നമുക്ക് അത് ഇവാലുവേറ്റ് ചെയ്യാം, that equal to phi integral over c y sin x dx minus cos x dy, that's equal to phi of ഏതായിരുന്നു പോയിന്റ്, that is phi of pi minus 1 അല്ലേ, pi minus 1 minus phi of 0 1, that equal to എന്താ വേണ്ടേ, phi എന്ന ഫംഗ്ഷൻ നമുക്കറിയാം, അതില് എക്സിന്റെ സ്ഥാനത്ത് പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈയുടെ സ്ഥാനത്ത് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പൊ എന്ത് വരും, that is -1 into cos pi മൈനസ് നെക്സ്റ്റ് എക്സിന്റെ സ്ഥാനത്ത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈയുടെ സ്ഥാനത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദാറ്റ് ഈസ് മൈനസ് അല്ലേ, എന്താണ് 5 -1 ഇൻറ്റു, ഓക്കെ ഇവിടെ -1 വരും അല്ലേ, -1 വരും, ഇവിടെ പുറത്തൊരു മൈനസ് ഉണ്ട്, ദാറ്റ് ഈസ് -1 ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, ഓക്കെ, ദാറ്റ് ഈസ് കോസ് ബൈ മൈനസ് നെക്സ്റ്റ് മൈനസ് cos 0, കാരണം പ്ലസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്ത് പോകും, ഇനി ആഡ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല,
ആഡ് ചെയ്താലും ആഡ് ചെയ്തില്ലെങ്കിലും ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ്സ് ഈക്വൽ ടു ഒന്നാമത്തേത് വരും cos പൈ, നെക്സ്റ്റ് മൈനസ് മൈനസ് പ്ലസ്, ദാറ്റ് ഈസ് cos 0. എന്താണ് cos പൈ ഈക്വൽ ടു -1, cos പൈ ഈക്വൽ ടു -1, cos 0 +1, ദാറ്റ്സ് ഈക്വൽ ടു കംപ്ലീറ്റ് 0. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. മാക്സിമം പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യും, കംപ്ലീറ്റ് സോൾവ് ചെയ്യണമെന്നില്ല. നമ്മൾ ജസ്റ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ പറയും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.